ഒരു വശത്ത് റിൻസിയുടെ ചടങ്ങുകൾ പൂർത്തിയാക്കുന്ന തിരക്കിലായിരുന്നു പള്ളിയിലെ അച്ഛന്മാർ. മറുവശത്ത് തന്റെ പപ്പയുടെ ബോഡി തിരിച്ചറിയുകയും അത് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പ്രൊസീജിയർ ചെയ്യുകയുമായിരുന്നു ആദം. മമ്മി അവൻ വീട്ടിലേക്ക് കൊണ്ടാക്കിയിരുന്നു. അപ്പോഴേക്കും അവരുടെ ബന്ധുക്കളും അയൽക്കാരും മറ്റും വീട്ടിലേക്ക് വന്നു. എനിക്ക് എൻ്റെ മോളെ കാണണം, പോലീസ് സ്റ്റേഷനിലിരുന്ന വർഗീസ് ഉച്ചത്തിൽ ദേഷ്യത്തോടെ പറഞ്ഞു. എന്തിനാ, തനിക്ക് തന്റെ മകളുടെ ശവം തിന്നാനാണോ? അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ പുച്ഛത്തോടെ അയാളെ നോക്കി ചോദിച്ചു. ഡോ, താൻ എന്തേപ്പോ പറഞ്ഞത്? അത് കേട്ട് വർഗീസ് അരിശത്തോടെ ചെന്ന് ആ പോലീസുകാരന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. ഏയ്, എന്തേ കാണിക്കുന്നത്? മറ്റു രണ്ട് പോലീസുകാർ വന്ന് അയാളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ബഹളം കേട്ട് രഞ്ജിത്ത് വീണ്ടും ഇറങ്ങി വന്നു. സർ, ഇയാൾ ഇവിടെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അയാൾക്കിപ്പോൾ അയാളുടെ മകളെ കാണണമെന്നാ പറയുന്നത്. പോലീസുകാരിൽ ഒരാൾ രഞ്ജിത്തിനെ നോക്കി പറഞ്ഞു. വർഗീസിന് ഇപ്പം എന്താ പ്രശ്നം? നിങ്ങളുടെ മകളെ കാണിക്കണോ വേണ്ടായോ എന്ന് ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കിടന്നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നത്? തട്ടിക്കൊണ്ടുപോകൽ മാത്രമല്ല നിങ്ങളുടെ പേരിൽ ഇപ്പോൾ കുറ്റമുള്ളത്, ഒരു കൊലപാതകം കൂടിയാ. അതും തൻ്റെ ഉറ്റ സുഹൃത്തിനെ. എല്ലാത്തിനും തൻ്റെ ഒപ്പം കൂടെ നിന്ന ഒരാളെ. എന്ത് കാര്യത്തിന് അയാളെ കൊന്നിട്ട് പോയത്? അയാൾ സന്തോഷിക്കരുതെന്ന് കരുതിയിട്ടോ? അതും അയാൾ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ടോ? താൻ എന്താണോ വിചാരിച്ചത്? എല്ലാം ചെയ്തു കൂട്ടിയിട്ട് പണത്തിൻ്റെ മുകളിൽ തനിക്ക് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകാമെന്നോ? അതാണോ താൻ കരുതിയത്? എങ്കിൽ തനിക്കത് തെറ്റി. രക്ഷപ്പെടാനുള്ള ഒരു പഴുതുപോലും ബാക്കി വയ്ക്കാതെ തനിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനാണ് പോകുന്നത്. ഇനി തനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രഞ്ജിത്ത് അയാളെ നോക്കി പറഞ്ഞതും അയാൾ രഞ്ജിത്തിന്റെ മുഖത്തേക്ക് തിരികെ നോക്കി. പണത്തിന്റെ അഹങ്കാരമൊന്നും ഈ പോലീസ് സ്റ്റേഷനിൽ താൻ കാണിക്കേണ്ട കാര്യമില്ല. തൻ്റെ മകളുടെ ബോഡി കാണണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കണം. മര്യാദയാണെങ്കിൽ ഞങ്ങൾ മര്യാദ തന്നെയാണ്. അതല്ല അഹങ്കാരം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനമായിട്ട് തനിക്ക് തൻ്റെ മകളുടെ മുഖം ഒന്ന് കാണാൻ പോലും കഴിയില്ല. എന്ത് വേണമെന്ന് തീരുമാനിച്ചോളൂ. അത്രയും പറഞ്ഞിട്ട് രഞ്ജിത്ത് തിരികെ പോയതും നിസ്സഹായതയോടെ വർഗീസ് അവിടെ തന്നെ ഇരുന്നു. ഷീതുവിനെ റൂമിലേക്ക് മാറ്റി. അവളുടെ ഒപ്പം ചാർലിയും ദേവനും അവൻ്റെ പപ്പയും മമ്മിയും ഉണ്ടായിരുന്നു. ക്രിസ്റ്റിയും റയാനും കുഞ്ഞിനെയും കൊണ്ട് ഉടനെ തന്നെ വരുമെന്ന് ചാർലി വിളിച്ച് അറിയിച്ചിരുന്നു. അവരാരും തന്നെ റിൻസിയുടെ അടക്കത്തിന് പോയിരുന്നില്ല. ആദത്തിന്റെ പപ്പയുടെ മരണം എല്ലാവരിലും ഒരു ഷോക്ക് ഉണ്ടാക്കി. അയാളുടെ ബോഡി കൊണ്ടുവരുമ്പോൾ വീട്ടിൽ പോയി ഒന്ന് കാണണമെന്ന് ചാർലിയുടെ മമ്മിയും പപ്പയും തീരുമാനിച്ചു. എന്നാൽ അവിടുന്ന് മറ്റാരും പോകുന്നില്ല എന്നും ഉറപ്പിച്ചിരുന്നു. ഷീതുവിനെ റൂമിലേക്ക് മാറ്റിയതും ദേവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അവളുടെ നെറുകയിലൊന്ന് തലോടി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അയാൾ. അവൾ അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അയാൾ തിരികെയും. എന്നാൽ രണ്ടുപേരും പരസ്പരം ഒന്നും തന്നെ മിണ്ടിയില്ല. ഷീതു ദേവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്തുകൊണ്ടാണ് വെറുമൊരു അധ്യാപകനായ അയാൾ തന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്നും കരുതുന്നതെന്നും ആ നിമിഷം അവൾ മനസ്സിൽ ചിന്തിച്ചു. തന്നെയുമല്ല, ചാർലിയുടെ പപ്പയും മമ്മിയും പരസ്പരം നോക്കുകയായിരുന്നു. അവരും ദേവന്റെ ആ ഒരു പെരുമാറ്റത്തിൽ അതിശയത്തോടെ നിൽക്കുകയായിരുന്നു. ചാർലി ആണെങ്കിൽ കൈകൾ മാറിൽ കെട്ടി ഷീതുവിന്റെ തൊട്ടടുത്തായിട്ട് അവളെയും ദേവനെയും മാറി മാറി നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. മോളെ, ദേവൻ അവളെ നോക്കി വിളിച്ചു. അവളൊരു പുഞ്ചിരിയോടെ അയാളെ നോക്കി. എന്നെ എന്നെ ഒന്ന് അച്ഛാന്ന് വിളിക്കുവോ? അയാളുടെ ചുണ്ടുകൾ വിതുമ്പി. വാക്കുകൾ ഇടറിപ്പോയി. അവളുടെ തലയിൽ തലോടി അയാളത് യാചിക്കുന്നത് പോലെ ചോദിക്കുന്നത് കേട്ടപ്പോൾ ഷീതു ആദ്യം നോക്കിയത് ചാർലിയുടെ മുഖത്തേക്കാണ്. എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അവളോട് അങ്ങനെ ചോദിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ചാർലി അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. സർ, എന്താ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൾ അയാളെ നോക്കി മറുപടി പറഞ്ഞു. മോളെ, ഞാൻ അയാൾ ബാക്കി പറയാതെ ചാർലിയെ നോക്കി. അയാൾക്ക് എങ്ങനെയാണ് അവളോട് ആ കാര്യങ്ങളൊക്കെ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഞാൻ പറയാം അച്ഛാ. ചാർലി അയാളെ നോക്കി പറയുന്നത് കേട്ടതും ഷീതു ഉൾപ്പെടെ അവൻ്റെ പപ്പയും മമ്മിയും ഒക്കെ ഞെട്ടിപ്പോയിരുന്നു. അവൻ്റെ നാവിൽ നിന്നും അച്ഛ എന്നുള്ള വിളി കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. അത് കേട്ടതും തൻ്റെ മനസ്സറിഞ്ഞതുപോലെ അവൻ പറഞ്ഞല്ലോ എന്ന് കരുതി ദേവൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഷീതു, കൈക്കുഞ്ഞായിരിക്കുമ്പോഴാ നിന്നെ കാരുണ്യയിലെ മദറിന് വഴിയിൽ നിന്നും കിട്ടുന്നത്. അതൊക്കെ നിനക്കറിയാവുന്ന കഥകൾ തന്നെയല്ലേ. എല്ലാം മദർ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അതിന് അവൾ ഉവ് എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. നിന്നോട് ഞാനെന്ന് ഒരു ചോദ്യം ചോദിച്ചത് നീ ഓർക്കുന്നുണ്ടോ? അവൻ ചോദിക്കുന്നത് കേട്ടതും അവൾ നെറ്റിച്ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി. എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. നിന്നോട് ഞാൻ ചോദിച്ചില്ലേ, ഒരു അനാഥയായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിൽ നിനക്ക് സങ്കടമുണ്ടോ എന്ന്? അച്ഛനെ അമ്മയും കണ്ടെത്തണമെന്ന് നീ ആഗ്രഹമുണ്ടോ എന്ന്? അന്ന് നീ എന്നോട് പറഞ്ഞില്ലേ, ദൂരെ നിന്നിട്ടാണെങ്കിലും നിനക്ക് അവരെയൊക്കെ ഒന്ന് കാണണമെന്ന്, അവരെങ്ങനെയാ ഇരിക്കുന്നതെന്ന് നിനക്ക് അറിയണമെന്ന്? അവൻ പറഞ്ഞതും അവൾ ആണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തല കുലുക്കി. ചാർലി, അവൻ്റെ പപ്പ അത് കേട്ട് സംശയത്തോടെ അവനെ വിളിച്ചു. അതേ പപ്പേ, അവൻ തിരികെ അയാളെ നോക്കി പറഞ്ഞു. നീ പറയുന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മോനെ. അവൻ്റെ മമ്മി അവനെ നോക്കി. പറയാം, നിങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ എല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാകും, പ്രത്യേകിച്ച് ഇവൾക്ക്. ഇപ്പോൾ എനിക്ക് തോന്നുവാ ഇതെല്ലാം നടന്നത് നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന്. ചാർലി പുഞ്ചിരിയോടെ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഡോറിൽ മുട്ടുകേട്ടത്. ചാർലിയുടെ മമ്മി ചെന്ന് വാതിൽ തുറന്നതും ക്രിസ്റ്റിയും റയാനും ഋഷുവും കുഞ്ഞുമായിരുന്നു. മക്കളെ, ഇസുവിനെ കണ്ട അവൻ്റെ മമ്മി നിറഞ്ഞ കണ്ണുകളോടെ അവളെ റയാൻ്റെ കയ്യിൽ നിന്നും പൊക്കിയെടുത്തു.
അമ്മച്ചി! ഈസു ചിരിച്ചുകൊണ്ട് അവരെ നോക്കി വിളിച്ചു. അമ്മച്ചിയുടെ പൊന്നി എവിടെ പോയതായിരുന്നു? ഞങ്ങളെയൊക്കെ എന്തുമാത്രം സങ്കടപ്പെട്ടു എന്നറിയോ? അവർ പറഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അപ്പച്ച! ചാർലിയുടെ പപ്പയെ കണ്ടതും അവൾ 2 കൈ നീട്ടി അയാളെ നോക്കി വിളിച്ചു. അയാളും അവളെ അവരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു. അവളുടെ മുഖത്ത് മുഴുവൻ ചുണ്ടുകൾ ചേർത്തു. ഞാൻ വന്നു! അവൾ കുഞ്ഞരിപ്പല്ല് കാട്ടി ചിരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു. ഹിസു! ചാർലി വിളിക്കുന്നത് കേട്ട് അവൾ അവന്റെ നേരെ കൈ ഉയർത്തി. അവൻ അവളെ അവന്റെ പപ്പയുടെ കയ്യിൽ നിന്നും വാങ്ങി. ഷീതു അതെല്ലാം നോക്കി നിറകണ്ണുകളോടെ കട്ടിലിൽ കിടക്കുകയായിരുന്നു. അവൾക്ക് കുഞ്ഞിനെ വാരിയെടുക്കണമെന്നും മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടണമെന്നും ഒരുപാട് ആഗ്രഹം തോന്നി. പക്ഷെ അവൾ ക്ഷീണിതയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അതെല്ലാം നോക്കിക്കിടന്നു. അപ്പയുടെ പൊന്നിനെ കാണാതെ അപ്പ ഒരുപാട് സങ്കടപ്പെട്ടു. അവൻ കുഞ്ഞിനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട ഇസു അവന്റെ കവളിലൊന്ന് ചുംബിച്ചു. അവൻ തിരികെയും. അവൻ കുഞ്ഞിനെയും കൂട്ടി ഷീതുവിന്റെ അടുത്തേക്ക് ചെന്നു. ഷീതു 2 കൈകളും നീട്ടി അവളുടെ കവളിലേക്ക് കൈവച്ച് ചുംബിച്ചു. ഷീതു കട്ടിലിൽ ചാരിയിരിക്കുകയായിരുന്നു. അവൾ കുഞ്ഞിനെ അവന്റെ കയ്യിൽ നിന്നും വാങ്ങി മടിയിലേക്ക് ഇരുത്തി. പിന്നെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അപ്പൂപ്പ! ദേവനെ കണ്ടതും അവൾ ദേവന്റെ നേരെ കൈനീട്ടി. ദേവനും അവളെ ചേർത്ത് പിടിച്ചിരുന്നു. എങ്ങനെയുണ്ടടി ഇപ്പോ? ക്രിസ്റ്റി അവളെ നോക്കി ചോദിച്ചു. കുഴപ്പമൊന്നുമില്ലടാ, ചെറുതായിട്ട് ക്ഷീണം തോന്നുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. ഞങ്ങൾ ശരിക്കും ഒരുപാട് പേടിച്ചു പോയി ഏട്ടത്തി. എവിടെ ചെന്നാ നിങ്ങളെ അന്വേഷിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ചാർലി ചായനാണെങ്കിൽ പാതി ചത്തതിന് തുല്യമായിരുന്നു. എന്താണേലും അവസാനം എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. ഒരാപത്തും കൂടാതെ മാതാവ് നിങ്ങളെ ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ചില്ലേ? റയാൻ പറഞ്ഞതും അവളും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ചീച്ചി! ഋഷു അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ഷീതു അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവൾ തിരികെ. ചാർലി! അവന്റെ പപ്പ വിളിച്ചതും അവൻ സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. നീ നേരത്തെ പറയാൻ വന്നത് എന്താണെന്ന് മുഴുവനായും പറഞ്ഞില്ലല്ലോ. അയാൾ ചോദിക്കുന്നത് കേട്ട് ചാർലി ഒന്ന് പുഞ്ചിരിച്ചു. എന്തായാലും കറക്റ്റ് സമയത്താ എല്ലാവരും വന്നത്. അവരെ എല്ലാവരെയും നോക്കി ചാർലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി. ഇവൻ എന്തോ കാര്യം പറയാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാ നിങ്ങൾ വന്നത്. അവന്റെ മമ്മി എല്ലാവരെയും നോക്കി പറഞ്ഞു. എന്താ ചാർലി നിനക്ക് പറയാനുള്ളത്? അവന്റെ പപ്പ വീണ്ടും ചോദിച്ചു. പപ്പേ, ഞാനൊരു ചെറിയ കഥ പറയാം. അതിൻ്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്താ നിങ്ങളോട് എല്ലാവരോടും പറയാൻ വരുന്നതെന്ന്. അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും എല്ലാവരും അത് കേൾക്കാനെന്ന പോലെ അവൻ്റെ മുൻപിൽ നിന്നു. ദേവൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അത് അവരെല്ലാം അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള സംശയം അയാൾക്കുണ്ടായിരുന്നു. എന്നാൽ അയാൾക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്ന രീതിയിൽ ചാർലി അയാളെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. വർഷങ്ങൾക്ക് മുൻപേ നടന്നൊരു കഥയാണ്. തിരുവനന്തപുരത്ത് ഒരു തറവാടുണ്ടായിരുന്നു. ആ തറവാട്ടിലെ മുതിർന്ന ആൺകുട്ടിയാ ഈ കഥയിലെ നായകൻ. അതേ നാട്ടിൽ തന്നെ ഒരു ക്രിസ്ത്യാനി കുടുംബം ഉണ്ടായിരുന്നു. അവിടുത്തെ ഏറ്റവും ഇളയ പെൺകുട്ടിയാണ് ഇതിലെ നായിക. അവർ രണ്ടുപേരും കുറേ വർഷങ്ങളായിട്ട് പ്രണയത്തിലായിരുന്നു. 2 പേർക്കും പരസ്പരം പിരിയാൻ കഴിയാത്ത വിധം അവർ പ്രണയിച്ചു. അതിന്റെ ഫലമായിട്ട് ആ പെൺകുട്ടി ഗർഭിണിയായി. ആ കുട്ടി പ്രഗ്നന്റ് ആണെന്ന് അതിന്റെ വീട്ടുകാർ മനസ്സിലാക്കിയപ്പോഴാണ് അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുള്ള സത്യവും അവരറിയുന്നത്. ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ ഒരു ഹിന്ദു തറവാട്ടിലേക്ക് കെട്ടിച്ചയക്കാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനും മറിച്ച് അവളെ മറ്റൊരാളുമായിട്ട് വിവാഹം കഴിപ്പിക്കാനും അവളുടെ പപ്പയും മമ്മിയും തീരുമാനിച്ചു. എന്നാൽ അവൾ അതിന് സമ്മതിച്ചില്ല. ജീവിക്കുന്നുണ്ടെങ്കിൽ താൻ സ്നേഹിച്ചവനോടൊപ്പം തന്നെ ജീവിക്കുകയുള്ളൂ എന്ന് അവളും തീരുമാനിച്ചു. എന്നാൽ ആ പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ കൊണ്ട് അവർ നാടുവിട്ട് പോകുകയായിരുന്നു. അയാൾ ഒരുപാട് അവളെപ്പറ്റി അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. അതിനിടയിൽ അവൾ പ്രസവിച്ചു എന്ന് നാട്ടിലറിഞ്ഞു. കുഞ്ഞിനെ ഒന്ന് കാണാനോ ഒന്നും അയാൾക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് അറിഞ്ഞത് അവളുടെ വിവാഹമായിരുന്നു. ആ കുഞ്ഞ് അവരോടൊപ്പം ഇല്ലെന്നും ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടുവെന്നും അവരറിഞ്ഞു. അതുമാത്രമല്ല, താൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി മറ്റൊരാളെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അറിഞ്ഞിരുന്നു. അതും അവൾ വിവാഹം കഴിച്ചത് തനിക്കറിയാവുന്ന ഒരാൾ തന്നെയാണെന്നുള്ളത് അയാളെ അത്ഭുതപ്പെടുത്തി. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് അവളെ പിന്നീട് വിവാഹം കഴിച്ചിരുന്നയാൾ സ്വീകരിച്ചത്. അന്ന് മുതൽ തൻ്റെ ചോരയിൽ ജനിച്ച ആ പെൺകുട്ടിയെ തിരക്കി നടക്കുകയാണ് അവളുടെ അച്ഛൻ. ചാർലി പറഞ്ഞു നിർത്തിയതും എല്ലാവരും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ചാർലി, നീ ഇത് ആരുടെ കാര്യമാണ് പറയുന്നേ? അവൻ്റെ മമ്മി അവനെ നോക്കി ചോദിച്ചു. എന്നാൽ ആ കഥ കേട്ടതും ദേവനും ക്രിസ്റ്റിയും അവനെ നോക്കി പുഞ്ചിരിച്ചു. കാരണം അവർക്ക് 2 പേർക്കും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നല്ലോ. മോനെ ചാർലി, നീ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ കഥ ഇപ്പം എന്തിനാ നീ ഇവിടെ പറഞ്ഞത്? മാത്രമല്ല, ഇതിലെ നായകനും നായികയും ആ പെൺകുട്ടിയൊക്കെ നമ്മളുമായിട്ട് എന്താ ബന്ധം? അവൻ്റെ പപ്പ അവനെ നോക്കി. കാരണം അതിലെ നായകനും പെൺകുട്ടിയും ഇപ്പോൾ ഈ റൂമിലുണ്ട്. ചാർലി പറഞ്ഞുകൊണ്ട് അവരെ നോക്കി പുഞ്ചിരിച്ചു. ഷീതു ആണെങ്കിൽ നെറ്റിച്ചുളിച്ചു വെച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചാർലി അവളുടെ അടുത്തേക്ക് തന്നെ ഇരിക്കുകയായിരുന്നു. അവനൊരു കൈ അവളുടെ ഷോൾഡറിൽ കൂടിയിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്താ ഇച്ചായി പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളത് ചോദിക്കുമ്പോൾ അവൻ പുഞ്ചിരിയോടെ അവളുടെ കവളിലൊന്ന് കൈവച്ചു. ഷീതു, അതിലെ പെൺകുട്ടി അത് നീയാ. നിന്റെ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആ പ്രണയിച്ചിരുന്നവർ ഒഴിവാക്കിയ കുഞ്ഞ് അത് നീയാണ്. അവർ നിന്നെ ഒഴിവാക്കിയപ്പോഴാ നീ മദറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ഇങ്ങനെയാ നീ അനാഥയായി മാറിയത്.
ചാർലി അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ പറയുന്നത് കേൾക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇച്ചായ, അവൾ വിറയലോട് അവനെ നോക്കി വിളിച്ചു. അതേ ഷീതു, ആ പെൺകുട്ടി നീയാ. പക്ഷെ നീ ഇപ്പം അനാഥയല്ല കേട്ടോ. നിനക്ക് അച്ഛനുണ്ട്. ആ അച്ഛൻ നിന്റെ ഒപ്പമുണ്ട്. അവൻ അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഓരോന്ന് കേൾക്കും തോറും അവളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. ഒപ്പം ദേവന്റെയും. ചാർലിയുടെ പപ്പ വിളിച്ചതും അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്താടാ നീ പറയുന്നത്? നീ വ്യക്താകുന്ന രീതിയിലൊന്ന് പറ. നീ പറഞ്ഞ കഥയിലെ പെൺകുട്ടി അത് നമ്മുടെ മോളാണെന്ന് മനസ്സിലായി. പക്ഷെ അവളുടെ അച്ഛനും അമ്മയും, നീ പറഞ്ഞു വരുന്നത് അവർ ജീവനോടെ ഉണ്ടെന്നാണോ? അവൾക്ക് അവൾക്ക് അച്ഛനും അമ്മയും ഉണ്ടെന്നാണോ ചാർലി? അയാൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചതും അവനാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ചേട്ടായി, അപ്പോ ഏട്ടത്തിയുടെ അച്ഛനും അമ്മയും ആരാ? ചേട്ടായിക്കറിയോ? റയാനാണത് ചോദിച്ചത്. ഉവ്. അതും പറഞ്ഞ് ചാർലി അവിടെ നിന്നും എഴുന്നേറ്റു. ശേഷം ദേവന്റെ അടുത്തേക്ക് ചെന്നു. അവന്റെ അടുത്തേക്ക് ചെന്ന് നിന്നതും ദേവനും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. എല്ലാവരും സംശയത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി. ഷീതുവിന്റെ ഹൃദയമിടിപ്പ് കൂടി. നമ്മുടെ ഷീതുവിന്റെ അച്ഛൻ, ദേ ഇതാ ഞങ്ങളുടെ ദേവച്ചൻ. ചാർലി അയാളുടെ ഷോൾഡറിൽ കൂടി കൈവച്ച് അയാളെ ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു. എന്നാൽ ക്രിസ്റ്റിക്ക് മാത്രം ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഇച്ചായ, ചാർലി ചായൻ പറഞ്ഞത് കേട്ടോ? റിഷു അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കേട്ടു. ക്രിസ്റ്റി ചിരിച്ചു. എന്നിട്ടെന്താ ഇച്ചായനൊരു ഞെട്ടലും ഇല്ലാത്തത്? അവൾ വീണ്ടും ചോദിച്ചു. ഞാനിത് നേരത്തെ അറിഞ്ഞതായിരുന്നു. DNA ടെസ്റ്റിന്റെ റിസൾട്ട് വന്നപ്പോൾ ചാർലിയുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. DNA റിസൾട്ടോ? അവൾ അതിശയത്തോട് ചോദിച്ചു. അതെ, അവനെല്ലാം പറയും. ക്രിസ്റ്റി അവളോട് പറഞ്ഞതും ഋഷി ഞെട്ടലോടെ നിൽക്കുകയായിരുന്നു. ചാർലി, നീ നീ പറയുന്നത് സത്യമാണോ? വിശ്വാസം വരാത്തതുപോലെ അവൻ്റെ പപ്പ അവനെ നോക്കി. അതേ പപ്പേ, സത്യം ഞാൻ പറയുന്നത്. ഈ നിൽക്കുന്ന ദേവച്ചൻ്റെ സ്വന്തം മകളാ നമ്മുടെ ഷീതു. അവൾ അനാഥയല്ല. ചാർലി പറയുന്നത് കേട്ട് എല്ലാവരിലും ഒരു പുഞ്ചിരിയുണ്ടായി. ഒപ്പം സങ്കടം കൊണ്ട് കണ്ണുകളും നിറഞ്ഞിരുന്നു. എന്നാൽ ഷീതുവിൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അത് അവൾക്ക് കേൾക്കാൻ പാകത്തിനുയർന്നു. കൈകൾ വിറച്ചു, ചുണ്ടുകൾ വിതുമ്പി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത്രയും ദിവസം സാറെന്ന് വിളിച്ചത് തൻ്റെ സ്വന്തം അച്ഛനെയാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല.